സ്കൂട്ടറും ബൈക്കും കാറും ഒക്കെ ഓടിച്ച് കോളേജിൽ പോകുന്ന പെൺകുട്ടികൾ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ സ്വന്തമായി ഓട്ടോ ഓടിച്ച് സഹപാഠികളെയും കൂട്ടി ക്യാമ്പസിലേക്ക് മാസ് എൻട്രി നടത്തുന്ന ഒരു മിടുക്കിയുണ്ട് മലപ്പുറത്ത്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ 2ാം വർഷ ഇൻ്റഗ്രേറ്റഡ് MA അറബിക് വിദ്യാർത്ഥി ഫാത്തിമ ഫിൻഷയാണ് ക്യാമ്പസിലെ താരം. പഠനത്തിൻ്റെ ഇടവേളകളിൽ യാത്രക്കാരുമായി ചെറിയ ട്രിപ്പ് പോയി പോക്കറ്റ് മണിയും കണ്ടെത്തുന്നുണ്ട് ഈ ജെൻസി ഡ്രൈവർ. വിദേശത്തുള്ള അമ്മാവൻ്റെ ഓട്ടോറിക്ഷയുമായി റോഡിലിറങ്ങിയാൽ ഫാത്തിമ ഫിൻഷ വെറുമൊരു റൈഡറല്ല, പക്ക പ്രൊഫഷണൽ ഡ്രൈവറാണ്. വണ്ടികളോടുള്ള കട്ടപ്രേമം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ പെണ്ണെന്നോ ആണെന്നോ വ്യത്യാസമില്ലെന്ന് തെളിയിക്കുകയാണ് ഫാത്തിമ ഫിൻഷ. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ 2ാം വർഷ ഇൻ്റഗ്രേറ്റഡ് MA അറബിക് വിദ്യാർത്ഥിനിയായ ഫാത്തിമ ഫിൻഷ ക്യാമ്പസിലേക്ക് എത്തുന്നത് തന്നെ ഒരു ഗെറ്റപ്പോടെയാണ്. ഒഴിവു സമയങ്ങളിൽ സഹപാഠികളെയും കൂട്ടി ബീച്ചിലും പാർക്കിലും ഒക്കെ കറങ്ങാനും ഫിൻഷയുടെ ഓട്ടോ തന്നെ വേണം. ഞങ്ങൾ ക്യാമ്പസിൽ വന്നാൽ പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ ക്യാമ്പസിൽ ഫുള്ള് ചുറ്റും. പിന്നെ പുറത്ത് ഞങ്ങൾ കോഴിക്കോട് അടക്കെ പോയിട്ടുണ്ട് ഓട്ടോയിൽ. പിന്നെ ഫാമിലി ആയിട്ടാണ് കുറച്ചും കൂടി ലോങ് ആയിട്ട് പോയത്. വയനാട് പോയിട്ടുണ്ട്, വയനാട് ചുരം കയറി വയനാട്. പിന്നെ അതുപോലെ കോഴിക്കോട് ബീച്ച്, അങ്ങനെയൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെയാണ് ഓട്ടോയിൽ പോകാറ്. സർവകലാശാല ഭരണവിഭാഗത്തിലെ ഡ്രൈവറായ പിതാവ് PM ഷൗക്കത്ത് അലിയാണ് ഫാത്തിമ ഫിൻഷയുടെ റോൾ മോഡൽ. അധ്യാപികയായ അമ്മ ആമിനയുടെ കട്ട സപ്പോർട്ട് കൂടിയായപ്പോൾ വണ്ടി സ്വപ്നങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യത്തിലേക്ക്. അവൾക്ക് കുറച്ച് താല്പര്യമാണ് പഠിക്കാൻ. അപ്പം എൻ്റെ കൂടെ പഠിപ്പിച്ചു തരാൻ പറഞ്ഞ് പിന്നെ അവൾക്ക് പഠിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായി. കുട്ടിക്കാലം മുതലേ വാഹനത്തോട് വലിയ താല്പര്യമാണ്. ഏത് വാഹനം കണ്ടാലും ഞാനത് ഓടിക്കും എന്നൊക്കെ എപ്പോഴും പറയും. അങ്ങനെ 7ാം ക്ലാസ് മുതലേ ബൈക്ക് ഓടിക്കാൻ തുടങ്ങി. ബൈക്ക് ഓടിച്ച് ലൈസൻസ് ഒന്നും ഇല്ലല്ലോ, ചെറിയ പ്രായമല്ലേ, എന്നാലും അവളങ്ങനെ ഓടിച്ചു തുടങ്ങി. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഓട്ടോ എൻ്റെ ബ്രദറിൻ്റെ ഓട്ടോ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൾക്ക് അതും പഠിക്കണം. അങ്ങനെ ഞങ്ങൾ സപ്പോർട്ട് കൊടുത്തു. കൂടുതലും ഉപ്പയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 18 വയസ്സ് പൂർത്തിയായപ്പോൾ ആദ്യം ചെയ്തത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കലായിരുന്നു. ആദ്യ ശ്രമത്തിൽ തന്നെ അത് സ്വന്തമാക്കാനും ഫിൻഷയ്ക്ക് കഴിഞ്ഞു. പിന്നെ വണ്ടികളുമായി റോഡിലിറങ്ങാൻ ധൈര്യമായി. ക്യാമ്പസിനുള്ളിലും നാട്ടിലും ആവശ്യമുള്ളവർക്ക് ഓട്ടോ ഓടി സ്വന്തം ചെലവുകൾക്കുള്ള പോക്കറ്റ് മണിയും ഫാത്തിമ ഫിൻഷ കണ്ടെത്തുന്നുണ്ട്. ഇവിടെ ക്ലാസ് കഴിയുക ഒരു 3:30-4 മണിക്ക് ക്ലാസ് തീരും. പിന്നെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് എങ്ങനെയായാലും ഓഫീസ് സ്റ്റാഫുകളൊക്കെ ഇറങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ഈ പരീക്ഷാഭവൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ പോയി എന്നാൽ ചെറിയ ഓട്ടങ്ങളൊക്കെ കിട്ടും, എണ്ണ അടിക്കാൻ കിട്ടും. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് റീചാർജ് ചെയ്യാനായാലും പിന്നെ ഇവിടെ ചുറ്റി ഇറങ്ങാൻ തന്നെ കുറച്ച് പൈസകളൊക്കെ വേണം. നമുക്ക് എന്തെങ്കിലും ചായ കുടിക്കാനൊക്കെ ആണെങ്കിൽ തന്നെ അപ്പം അതിനുള്ളതൊക്കെ കിട്ടും. ഇങ്ങനെ സുഹൃത്തുക്കളുമൊത്ത് ഓട്ടോയിലിരുന്ന് കഥകൾ പറയുമ്പോഴാണ് ഒരു സുഹൃത്ത് ബുള്ളറ്റുമായി എത്തിയത്. ഒട്ടും താമസിച്ചില്ല, ഉടനെ ബുള്ളറ്റുമായി ക്യാമ്പസിലൂടെ ഒരു കറക്കം. വേഗത്തിൽ കോളേജിലെത്തേണ്ട ദിവസങ്ങളെല്ലാം ഫിൻഷയുടെ യാത്ര ബൈക്കിലാകും. എന്നാലും യാത്ര ചെയ്യാൻ ഫിൻഷയ്ക്ക് കൂടുതൽ ഇഷ്ടം അമ്മാവൻ്റെ ഓട്ടോ തന്നെയാണ്. വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പെൺകുട്ടികൾക്കും ഒരു പ്രചോദനമാണ് ഇന്ന് ഫാത്തിമ ഫിൻഷ. ഇനി ഹെവി ലൈസൻസ് എടുത്ത് വലിയ വാഹനങ്ങളുമായി ക്യാമ്പസിലെത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഇൻ്റഗ്രേറ്റഡ് MA വിദ്യാർത്ഥിനി. AV ഷംസുദ്ദീനൊപ്പം ശാന്തകുമാർ വള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം. പലതരത്തിൽ പല വാഹനങ്ങളും ഓടിക്കുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള വാർത്തകളും റിപ്പോർട്ടുകളുമൊക്കെ പല കാലത്തായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് സ്കൂളിൽ പോവുകയും അങ്ങനെ കോളേജിൽ പോവുകയും അവിടെ വിദ്യാർത്ഥികൾക്കൊപ്പം ബീച്ചിൽ ഒക്കെ ഓട്ടോറിക്ഷയിൽ തന്നെ പോകാനും ഒക്കെ പറ്റുന്ന ഒരു വിദ്യാർത്ഥിനിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.